എടാ സാധനം കിട്ടിയോ? ആ സാധനമൊക്കെ കിട്ടി. കാശ് കൂടുതലാ. ഇതിപ്പോൾ എല്ലാ ആഴ്ചയും കാശ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താലേ ആന്നേ, ശല്യം വരുന്നുണ്ട്. നീ ഫോൺ എടുത്തേ. എടാ ഇത് നോക്കി, ഇതെങ്ങനെയുണ്ട്? അത് കൊള്ളാം. തന്നെ ഞാൻ എടുത്തോളാടാ. കളി കർത്താവേ. ഓ മഴ. മഴ മാറി. താക്കോല് ഇതിലെങ്ങാനും എൻ്റെ പുണ്യാള പെട്ടുപോയല്ലോ. അത് പാതിരാത്രിയിൽ ഈ കാട്ടുമുക്കിൽ എല്ലാം വഴി ഉണ്ടാക്കിയിരുന്നേ. നമ്മുടെ പണി മുടക്കിയോ? വസന്തയിൽ നിന്നും തിന്മയിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരായിരിക്കാൻ വിശുദ്ധ അഭിസാനസായതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഈ മഴ ചാറിയപ്പോൾ കോട്ടിടാൻ വേണ്ടി കയറിയതാ. മഴ മാറിയില്ലേ? മഴ മാറി, പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റി. താക്കോലേ ഞാൻ ആ നേർച്ചപ്പെട്ടിയുടെ മുകളിൽ വെച്ചോണ്ടാ പോന്നെ. അത് കോട്ടെടുത്തപ്പോൾ താക്കോല് വീണുപോയി. താഴെയോ? നേർച്ചപ്പെട്ടിയുടെ അകത്ത് വീണു. അതിൻ്റെ അകത്താണോ? അജോ, ഈ 2 ചാവി ഉണ്ടാവൂലേ വണ്ടിക്ക്? 2 ഉണ്ട്, പക്ഷെ വീട്ടിലാ. കൊണ്ടുതരാൻ ആരുമില്ല. ഇതിനകത്തുണ്ട്. കണ്ടോ? ചാവി എടുത്ത് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവോ? ഇതൊരു സ്റ്റേഷൻ പള്ളിയുടെ കപ്പളയാണ്. അച്ഛനിരിക്കുന്ന ഇടവപ്പള്ളി അങ്ങ് ദൂരെയാണ്. ദൂരെന്ന് പറയുമ്പോൾ ഒരു 5-8 കിലോമീറ്റർ കാണും.
ചേട്ടാ കിട്ടുമോ? ആരെങ്കിലും വന്ന് കണ്ടാലേ നമുക്ക് രണ്ടാൾക്കും കിട്ടും. അയ്യേ പോയി അച്ചു. അച്ചോ ഇവിടെ കുന്തം പോലെ നിൽക്കാതെ റോഡിൽ പോയി നോക്ക്. ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ആരെങ്കിലും ഒന്ന് അവരോട് കാര്യം പറഞ്ഞാൽ പോരെ? ആരെങ്കിലും വന്ന് കണ്ടാലേ അടുത്ത ദിവസം പത്രവാർത്ത ഇങ്ങനെയായിരിക്കും. നേർച്ചപ്പെട്ടിന്ന് പൈസ മോഷ്ടിച്ച യുവവൈദികനും കൂട്ടാളിയും പിടിയിൽ. എന്താ നല്ല വാർത്തയായിരിക്കും. ഒന്ന് ചെലച്ചു. ചേട്ടാ കിട്ടിയോ? ഒരു 20 രൂപ കിട്ടി. അതാ പെട്ടി തന്നെ ഇട്ടേര്. എന്നിട്ട് വേണം ഇനിയും വടിയെ ചുറ്റാൻ. ഇത് ഇവിടെ കിടക്കട്ടെ. ഇത് വേറെന്തോ സാധനമാണല്ലോ. അച്ഛാ ഒന്ന് വന്നേ. എന്തോ തടഞ്ഞിട്ടുണ്ട്. ചേട്ടാ വണ്ടി താഴേക്കിട്ട് തള്ളിക്കേ. മെല്ലെ മെല്ലെ വലി. പൈസയല്ലേ? പൈസ തീർന്നു. സാമ്പത്തിക ആയിട്ടുള്ള അല്ലച്ചോ ഇന്ന് പറഞ്ഞിട്ട് അതിൽ പേരില്ല. അത് ഇതിനകത്തില്ല, അത് മറ്റേ കഷ്ണത്തില്ല. അതിടല്ലേ, ഞാൻ മറ്റേ കഷ്ണം കൂടി കിട്ടുമെന്ന് നോക്കട്ടെ. അതെന്തിനാണ്? എൻ്റെ പൊന്നച്ചോ, നിങ്ങൾക്ക് ഈ കളവിൽ മുൻപരിചയമില്ലായിട്ടാ. ഈ കളവിൽ മുൻപരിചയമുള്ള ആളുടെ പേരെന്താ? ആൻഡ്രൂ. ഞാൻ ഡാനി. ഈ കീറിയ പേപ്പറും ഈ മോഷണം തമ്മിൽ എന്താ ബന്ധം? മറ്റേ കഷ്ണം കിട്ടുന്നവർക്ക് അറിയില്ലേ ഇതാരോ വലിച്ചു കീറിയാന്ന്. ഈ പെട്ടിയിൽ നിന്നും ആരോ സ്ഥിരമായി പണം മോഷ്ടിക്കുന്നുണ്ടെന്നും അതിനിടയ്ക്ക് ഈ പേപ്പർ കീറിപ്പോയെന്നും സംശയിക്കാലോ. കീറിയ പേപ്പർ ഇവിടെ ആരും കൊണ്ടിടൂ. ശരിയാണ്. ചേട്ടാ മതി, നിർത്തിക്കോ. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ വികാരിച്ചൊന്ന് വിളിച്ചോട്ടെ.
എന്തേലും ഒരു വണ്ടി കിട്ടാൻ മാർഗുണ്ടോ നോക്കാലോ. ഞാൻ നിർത്തുക. ഇന്നത്തെ പണിയൊന്നും ശരിയായില്ല. എന്നാ ചെയ്യണം? ഹലോ, എന്താ ഡാനിയച്ചാ? അച്ഛാ, ഞാനേ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ആ വരാക്കര കുന്നു വഴിയാ വന്നതേ. ആ പുഴയുടെ അടുത്തുള്ള കപ്പേളില്ലേ, അവിടെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറി. അവിടെ കയറുന്ന വഴിക്ക് നേർച്ചപ്പെട്ടിൽ ഞാൻ താക്കോൽ വെച്ചിരുന്നേ, അറിയാതെ താഴെ പോയി. ചുരുക്കി പറഞ്ഞ അച്ഛൻ്റെ കൊണ്ട് നേർച്ച ഇട്ട് കൊടുത്തു. അങ്ങനെയല്ല അച്ഛോ, വീണു പോയതാ. ഞാനത് നോക്കട്ടെ, കൈക്കാരന്മാരാരെങ്കിലും പറഞ്ഞു വിടാം. വണ്ടി അവിടെ ഒതുക്കി വെച്ചിട്ട് അച്ഛനിങ്ങ് പോരെ. ആ ശരി അച്ഛോ. കൈക്കാരന്മാരെ വിളിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു അച്ഛാ. വികാരിച്ചനെ ഒരു വണ്ടി വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അനുചേട്ടൻ്റെ വീട് എവിടെയാ? അത് കുറച്ച് ദൂരാണ്. കൊറേ ദൂരെ. ഇതിനകത്തേ ഒരു പേരെഴുതിയിട്ടുണ്ട്, ഇമ ഐറിസ്, 14 വയസ്സ്. ആ പേരിനൊരു വ്യത്യസ്തയുണ്ടല്ലേ? അച്ഛാ, ആ പേപ്പർ ഒന്ന് കാണിച്ചേ. ഹലോ, അതെ. ആ വരാക്കര കുന്ന് കയറിയിട്ടേ പുഴക്കരയിലുള്ള കപ്പേളില്ലേ, അതന്നെ അതന്നെ. ഞാൻ അതിന് മുമ്പിലുണ്ട്. ഓക്കെ ശരി. ആ ഇമ ഐറിസ്, ഒരു വെറൈറ്റി പേരല്ലേ ചേട്ടാ? ചേട്ടൻ ഈ നാട്ടുകാരനല്ലേ? ഇതിലെ ഇമ ഐറിസിനെ അറിഞ്ഞൂടെ? എന്തൊരു വെറൈറ്റി പേരല്ലേ? ഏകദേശം അറിയാം. എന്താ കാര്യം? ചേട്ടനറിയാമെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? നിങ്ങൾ ശരിക്കും അച്ഛനാണോ? ബോധം എന്ന് പറയുന്ന സാധനമുണ്ടോ? നേർച്ചപ്പെട്ടിന്ന് ഒരു കത്ത് കിട്ടിയെന്ന് പറഞ്ഞാണോ അങ്ങോട്ട് കയറി പോകുന്നത്? അനുചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞങ്ങൾ ഈ സെമിനാരി പഠിക്കുന്ന കാലത്ത് പ്രസംഗം പരിശീലിക്കാറുണ്ട്. ക്രിസ്തു പറഞ്ഞ നല്ല സമരിയൻ്റെ കഥയൊക്കെ മണി പോലെ പഠിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് പ്രസംഗിച്ചതിൻ്റെ ഒരംശമെങ്കിലും പ്രവൃത്തിയിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതെ, ഇത് അതിനൊരു അവസരമാണ്. ചേട്ടാ പ്ലീസ്, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? നേർച്ചപ്പെട്ടിയിൽ ആരും വെറുതെ ഒരു അപേക്ഷകത്ത് കൊണ്ടിട്ടില്ലല്ലോ. അച്ഛനൊരു നല്ല സമരിക്കാരനാകാൻ തീരുമാനിച്ചതുകൊണ്ട് നമുക്ക് അവിടെ പോവാം. വീട് ഞാൻ കാട്ടിത്തരാം. അവിടെ എത്തുമ്പോ എന്നെ കൂട്ടിന് വിളിക്കരുത്. വാക്കാണ്? വാക്ക്. ഓക്കെ, അച്ഛൻ ഇറങ്ങിക്കോ. ഇല്ല, പോവാം. കോട്ടൂടെ വെച്ചാൽ സേഫാണ് കേട്ടോ. താക്കോല് പെട്ടിയിലിരിപ്പുണ്ട്, അതിനെ കൊണ്ട് അച്ഛൻ വിഷമിക്കാം. പിന്നെ ആ കാണുന്നതാണ് മേയുടെ വീട്. ചേട്ടനും കൂടി ഒന്ന് വരാവോ? പിന്നെ നല്ല സമരിയക്കാരൻ ഒറ്റയ്ക്കായിരുന്നു. അച്ഛൻ പോയിക്കോ. ആ
ആ സമരക്കാരനൊരു കഴുതയും കൂടെ കൂട്ടിനുണ്ടായിരുന്നു. ഈ കഴുതയ്ക്ക് വേറെ പണിയുണ്ട്. പിന്നെ ആ നേർച്ചപ്പെട്ടിയുടെ കാര്യം മാറ്റിപ്പിടിച്ചേക്ക്. ഇല്ലെങ്കിലേ നമ്മൾ രണ്ടുപേരും കുടുങ്ങും. മനസ്സിലായോ? ആ ചെല്ല്. ആരാ? എന്താ വേണ്ടേ? ഞാനേ പള്ളിക്ക് പോകുന്ന വഴിയിലെ വണ്ടി ഒന്ന് കേടായി. എത്ര നോക്കിയിട്ടാണ് ശരിയാവുന്നില്ല. കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു. ആ അല്ല മോളെ, അമ്മ എന്തേ? മമ്മിക്ക് തീരെ സുഖമില്ല, കിടപ്പില. ഓ, അമ്മയ്ക്ക് എന്താ പറ്റി? പപ്പ പോയത് പിന്നെയാ മമ്മിക്ക് അസുഖം കൂടിയത്. അങ്കിൾമാര് കുറെ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇയർ ബാലൻസിന്റെ എന്തോ പ്രശ്നം. മോളുടെ പേര് ഇമാരിസ് അല്ലേ? അതെ. അച്ഛനെ എനിക്ക് തീരെ പരിചയമില്ലല്ലോ. പിന്നെ എങ്ങനെയാ അച്ഛൻ എന്റെ പേരറിയാവുന്നേ? എനിക്ക് മോളുടെ മമ്മീനെ അറിയാം. മമ്മി വഴി എനിക്ക് മോളെ അറിയാം. അയ്യോ, പൈസയൊന്നും വേണ്ട. ഇത് വെച്ചോ. അല്ല, എനിക്ക് വേണ്ട. ഇത് മോൾക്കല്ല, അമ്മയ്ക്ക് കുറച്ച് മരുന്ന് വാങ്ങാനാ. നാളെ രാവിലെ അമ്മ എണീക്കുമ്പോ ഡാനിച്ച വന്നിരുന്നു പറഞ്ഞാൽ മതി. പോട്ടെ. ആ സമരിയക്കാരന്റെ ദൗത്യം പൂർത്തിയായോ? എന്നാ പറഞ്ഞു? പോയി കണ്ടു, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു, പോന്നു. ഒന്നും പറഞ്ഞില്ല. ചേനോട് ഞാൻ 100 തവണ ചോദിച്ചാലേ വരുന്നുണ്ടോ. ഇനി അറിയണ്ട. എന്നാ പറയണ്ട. ഒരു സമരിയക്കാരൻ. അച്ചോ, ഇത് അച്ഛന്റെ താക്കോല്. എങ്ങനെയുണ്ട് ആൻഡുവിന്റെ ഐഡിയ? ആൻ്റെ ചേട്ടാ വീട് എവിടെയാ? ഞാൻ കൊണ്ടാക്കാം. അതൊന്നും വേണ്ട. അച്ഛന്റെ താക്കോല് കിട്ടിയില്ലേ? അച്ഛൻ പോയിക്കോ. ഞാനിവിടെ ഇരിക്കട്ടെ. ചേട്ടൻ പറഞ്ഞോ, എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുവിടാം. എവിടേക്ക്? എനിക്ക് വീടൊന്നുമില്ല. താഴ്ത്തങ്ങാടിയിൽ പൂട്ടിപ്പോയൊരു കടമുറിയും അതിൻ്റെ മുകളിലാണ് ഞാൻ കിടക്കുന്നത്. ഒളിച്ചും പാത്തും വേണം അങ്ങോട്ട് ചെല്ലാൻ. അച്ഛൻ പോയിക്കോ. ചേട്ടാ, ആ കടമുറിയുടെ അടുത്ത് വരെയെങ്കിലും ഞാൻ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട അച്ഛാ. ഏതറവൻ നിക്കുന്നടാവൻ.
ഇറങ്ങി വാടങ്ങട്. അവനെ പിടിച്ചിറക്ക്. നിങ്ങൾ ഇറങ്ങി വേണങ്ങട്ട് പിടിച്ചെടുക്കണേ. എന്താ പ്രശ്നം? അച്ഛൻ ഇതിൽ ഇടപെടണ്ട. നീ ഇങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കയറും. ഞാൻ അവിടെ ഉള്ളിടത്തോളം കാലം ഒരുത്തനും കപ്പള കയറില്ല. അതെ, ഞങ്ങക്ക് വരാൻ മതി. നിങ്ങൾ പോകോ, പ്രശ്നമൊക്കെ നാളെ പറഞ്ഞു തീർക്കാം. അവനെ പിടിച്ചിറക്കിക്കോ. ആൾക്കാടാ എന്നെ കൊണ്ട്. എന്താ നിന്നെ ഞങ്ങൾ എടുത്തോളാട്ടാ. കുറച്ച് നാളായി സദാചാര പോലീസ് കളി തുടങ്ങിട്ട്. വേണ്ടട്ടാ, മേലെ ചൊറിയാൻ വന്നാണ്ടല്ലോ, അന്ന് നീ തീർന്നു. ഓടച്ചക്ക. പോടെ. കാണാടാ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ പോടോ, നീ നാളെ വാട്ടാ. എന്നിട്ട് വന്നേ പിടി കേറ്. ഓ ഇതിനെന്താ അച്ഛൻ? അച്ഛനില്ലെങ്കിലേ ആ പിള്ളേരെ കാലും കൈയും ഉണ്ടാവില്ല. അവർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? നന്നായിരുന്നു. ആ ഇതാ മാറി കൊടുക്കുക 2 ജോഡി ഡ്രസ്. ചേട്ടൻ കുളി കഴിഞ്ഞ് നേരെ മുകളിലോട്ട് വന്നു കേട്ടാ. മുകളിൽ കയറി വലത്തോട്ട് തിരിഞ്ഞ് 2ാമത്തെ ഡോറാണ് ഡൈനിങ് ഹാൾ. ഓക്കെ. ഓ നല്ല സമരിക്കാരനും പ്രാർത്ഥിക്കാൻ അറിയാം. പള്ളിയിലേ ഒറ്റയ്ക്ക് ഞാൻ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ അതൊരു പ്രത്യേക ഫീലാണ്. അച്ഛാ ഞാൻ പോയിക്കോട്ടെ. എങ്ങോട്ട്? എങ്ങോട്ടാണെന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു മറുപടി പറയാനാവില്ല. ഏകദേശം ആ പഴയ സ്ഥലത്തേക്ക് തന്നെ. ചേട്ടൻ ആരാണെന്നോ എങ്ങനെയുള്ള ആളാണെന്നോ എനിക്കറിയില്ല. ഒരു കപ്പലയുടെ മുമ്പിൽ വെച്ചായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത്. നമ്മൾ രണ്ടുപേരെയും ആ കപ്പലയുടെ മുമ്പിൽ വെച്ച് പരിചയപ്പെടുത്തിയ ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവും. ആര് ചേട്ടാ, ഞാനൊരു സഹായം ചോദിച്ചാൽ എനിക്ക് ചെയ്തു തരുമോ? എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരും. നാളെ ഇവിടെ അടുത്തുള്ളൊരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം തുടങ്ങുന്നുണ്ട്. താമസിച്ചുള്ള ധ്യാനം 3 ദിവസമുള്ളൂ. അത് കൂടി കഴിഞ്ഞാൽ ചേട്ടൻ എവിടെ വേണമെങ്കിലും കൊണ്ടുവിടാം. കർത്താവേ, ഈ ആൻഡ്രു 3 ദിവസം ധ്യാനം കൂടാൻ പോവാ. എന്നാ ഞാനങ്ങോട്ട്. അച്ചോ, അവിടെ കൊടുക്കാൻ കാശൊന്നുമില്ല. അതൊക്കെ ഞാൻ ശരിയാക്കാം. പോവാ.
നീ എന്താണ് ഇത്ര വൈകിയ? നീ എവിടെ പോയിരിക്കുന്നടി? ഒരു 200 രൂപ എടുത്തേ. എന്റെ കയ്യിലൊന്നുമില്ല. നിന്റെ ഇല്ലേ? നിന്റെ ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെടി. എടുക്കല്ലേന്ന്. അതെനിക്ക് വേണം. നിങ്ങളായിട്ടൊരു പണിക്ക് പോയല്ല. ഞാൻ പണിയെടുത്ത് വന്നിട്ട് ഈ കുടുംബം പുലർന്നത്. നിന്നോട് ആരടി ഇവിടുന്ന് പണിക്ക് പോകാൻ പറഞ്ഞ? ഞാൻ പറഞ്ഞ അടങ്ങി ഒതുങ്ങി കുടുംബത്തിലിരുന്നോളണം. മേലാൽ ഒരു ദിവസം നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോരുത്. നേർച്ചയുള്ള ചേട്ടാ ഇടുന്നേ. അച്ചോ, ഇത് നേർച്ചയൊന്നുമല്ല. ഇതിൽ നിന്ന് എടുത്ത് ഞാൻ തിരിച്ചിടുക. ഓ, അപ്പൊ ധ്യാനം നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. ഉണ്ണികളാ കത്തോളേ. നമുക്ക് അമ്മയുടെ വീട് വരുന്ന പോയാലോ? അവളെ അമ്മയെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞിരുന്നു. രാത്രി പോയതുകൊണ്ട് എനിക്ക് വഴിയൊന്നും അറിയില്ല. അച്ഛൻ വിട്, വഴിയൊക്കെ ഞാൻ പറഞ്ഞു.
പപ്പ മമ്മി എന്തി? പപ്പ പോയ പിന്നെ മമ്മി കിടപ്പില. വാ. അച്ഛൻ വരുന്നില്ലേ മമ്മീനെ കാണാൻ? മമ്മി റോസി, അച്ഛാ ഇതാണ് അച്ഛോ എൻ്റെ കുടുംബം. മോളെ മമ്മി എഴുന്നേക്കില്ലേ? ഒന്ന് സപ്പോർട്ട് ചെയ്ത അമ്മ എണീക്കും. റോസി എഴുന്നേക്ക, വാ. അച്ഛന്റെ പേരെന്താ? ഡാനി. അച്ഛനെന്നെ അറിയുന്നാണല്ലോ മോളോട് പറഞ്ഞത്. പക്ഷേ എനിക്കത്ര പരിചയം പോരാ. ആൻ്റെ ചേട്ടനും ഞാനും കൂട്ടുകാരാ. ആ, അപ്പം ചേച്ചീനെ അറിയായിരിക്കല്ലോ. ആൻ്റെ ചേട്ടൻ ഞാനെന്നാ. ആയിക്കോട്ടെ അച്ഛാ. അച്ഛാ ആൻ്റേട്ടാ നീ വന്നേ. എന്താ അച്ഛോ? നമ്മൾ അന്ന് വന്നപ്പോഴേ ചേട്ടൻ എന്ത് ഇവിടെ കയറാഞ്ഞേ? അത് പിന്നെ അച്ഛോ അന്ന് ആ സിറ്റുവേഷൻ അങ്ങനെയല്ലായിരുന്നു. ധ്യാനം കൂടിയത് ഇപ്പോഴല്ലേ. ആൻ്റേട്ടാ പിന്നെ കപ്പളരോടധികം ചുറ്റി കളിക്കണ്ട കേട്ടോ.